അജ്ബതുലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് എനിക്ക് അത്ഭുതമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ. ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. ശരിക്കും മനസ്സിലാക്കണം, മുഅ്മിനായ മനുഷ്യന് എന്ത് സംഭവിച്ചാലും ആ ഖളാ അവർക്ക് ഖൈറാണ്. ജോലി കിട്ടിയാലും ഖൈറാ, ജോലി പോയാലും ഖൈറാണ്. വീട് പണി തുടങ്ങിയാലും ഖൈറാ, തുടങ്ങിയിട്ടില്ലെങ്കിലും ഖൈറാ. കടം ഉണ്ടെങ്കിലും ഖൈറാ, കടം ഇല്ലെങ്കിലും ഖൈറാണ്. അള്ളാഹുവിൻ്റെ ഖളാ. കുട്ടികൾ ഉണ്ടാവാൻ, കുട്ടികൾ ഉണ്ടായില്ല, ഖൈറാണ്. കുട്ടികൾ ഉണ്ടായി, ഖൈറാണ്. എന്തും അള്ളാഹു ചെയ്യുന്നത് മുഅ്മിനിന് ഖൈറാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ, ഒരുപാട് വിഷമങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഖൈറ. ഇല്ലേ, അത് നിങ്ങൾക്കൊരു അദാബാണ്, പരീക്ഷണമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളെ വീക്ഷിക്കേണ്ടത്. നബി തങ്ങൾ പറയുകയാണ്, അജ്ബതുലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ട് പറയട്ടെ. ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. അല്ലാഹു എന്തവർക്ക് വിധിച്ചാലും ആ വിധി മുഴുവൻ അവർക്ക് ഖൈറാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വളരെ പ്രസിദ്ധമായ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ, എല്ലാം അത്ഭുതം, എല്ലാം അവർക്ക് നന്മയാണ്. ഇന്ന സ്വാബതു സറാഉ ശകറ. സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാഹ് ഫകാന ഖൈറൻ ലഹ്, അതവർക്ക് ഖൈറാണല്ലോ. വഇന്ന സ്വാബതുഹു ദറാഉ സബർ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കും, ഫകാന ഖൈറൻ ലഹ്, അതും അവർക്ക് ഖൈറാണല്ലോ. ഇത് രണ്ടുമല്ലാത്തത് എന്താണ് മനുഷ്യ ജീവിതത്തിലുള്ളത്? ഒന്നുകിൽ സന്തോഷമല്ലെങ്കിൽ ദുഃഖം. ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു, സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇത് രണ്ട് ചെയ്യുമ്പോഴും ഖൈറാണ്. അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതം മുഴുവനും ഖൈറാണ്. അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ. അള്ളാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വരുന്ന ഖളാഉകളിൽ ഖൈർ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഖൈർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ നല്ലൊരു സഹായം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ചെയ്തു കൊടുക്കണം. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ ഖബൂലാക്കട്ടെ. ഒരു 3 സ്വലാത്തുകൾ ഇരുന്നാലോ ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എണീറ്റൊന്ന് സ്ഥലക്കൊന്ന് സീറ്റ് അപ്പുറം മാറിയിരുന്നാലേ ഒരു ഉന്മേഷം ഉണ്ടാവും. കസാല കളി കളിക്കാനല്ല പോയി, കസാല വലിക്കരുതേ, സീറ്റൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. ഇതുവരെ ഇരുന്നിടുന്ന അപ്പുറത്തുനിന്ന് മാറിയിരുന്ന ഒരു ഉന്മേഷം കിട്ടുന്നതാണ്. പെണ്ണുങ്ങൾ ആരും നീക്കിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നുണ്ട്. ഒന്ന് എണീറ്റ് സ്വലാത്ത് ചൊല്ലിക്കോളി. പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാവർക്കും പറ്റും. ഇൻഷാ അല്ലാഹ് ഒരു ഉന്മേഷം കിട്ടിക്കോട്ടെ. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. مضاعفة. إلهي إن قلبي غير صاحي على الحالات من سكر الجناح. ظننت الشيب يصلحني فهذا مشي بي أين آثار الصلاح. ഇലാഹി അല്ലാഹുവേ ഇന്ന ഖൽബി ഗൈറു സാഹി. എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ റബ്ബേ, എൻ്റെ ഹൃദയം ഉണർന്നിട്ടില്ല. നമ്മളൊക്കെ ഉറക്കത്തിലാണ്. ഉണർന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അധികപൂർവ്വം ആളുകൾ ഉറക്കത്തിലാണ്, കാര്യമറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ലോകത്തിങ്ങനെ മാസ്മരിക ലോകത്തിങ്ങനെ വിരാജിക്കുകയാണ്. മരണത്തിൻ്റെ ദൂതുമായ അസ്റായീൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരുമെന്ന്
എന്ന തോന്നലോ ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ളൊരു ജീവിതം. പേടിക്കണ പോലുമില്ല. നമ്മളൊന്നും മരിക്കൂല, നാട്ടുകാർ മാത്രമേ മരിക്കുള്ളൂ, നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം. ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹി, പടച്ചവനെ എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ. അലൽ ഹാലാതി മിൻ സുക്രിൽ ജുനാഹി, അനന്തതയിലേക്ക് കണ്ണു നട്ട് കിടക്കുകയാണ്. ഒരുപാട് നേടണം, ഒരുപാട് ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റബ്ബേ, എനിക്ക് ബോധം വന്നില്ലല്ലോ. ظننت الشيب يصلحني فهذا മശീബി ഐന ആഥാറുസ്സലാഹി, നരബാധിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത്, നര വന്നാൽ നന്നാകുമെന്നാ വിചാരിച്ചത്. ഫഹാദാ മശീബി, പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു, പക്ഷേ ഐന ആഥാറുസ്സലാഹി, നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ. മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമയും കണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ. വയസ്സായിട്ടുണ്ട്, 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി. അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കുൽ മൗത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല. പോരെ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക? ഇതും പിടിച്ചിട്ടാകാരം പോവുക. ഒരു മനുഷ്യൻ യുബഅസു അലാ മാ മാത അലൈഹി, നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത്. കള്ളുകുടിച്ച ആളുകൾ കള്ളുകുടിയന്മാരായി മത്ത് പിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് നബി തങ്ങളുടെ ഹദീസിന്റെ അർത്ഥമാണ്. മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും. നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത പണികളാണത്. എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ് അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. സ്വാലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തെറ്റ് ചെയ്ത ആളുകളെ, തിന്മയെ സ്നേഹിച്ചവരെ, പിശാചിന്റെ പിന്നാലെ നടന്നവരെ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തിന്മ ചെയ്ത ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട്. പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ റൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്, അല്ലാഹുവേ നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരയണമേ. സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുന്യാവിനെ വീക്ഷിച്ചത്, അവരെത്രയാണോ ദുന്യാവിന് വില കൊടുത്തത്, അത്രേ റബ്ബേ ദുന്യാവിന് വില നൽകാൻ പാടുള്ളൂ. നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വീടുകളാവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ, നമ്മുടെ വാച്ചാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ, വസ്ത്രമാവട്ടെ, പാൻസാവട്ടെ, നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, എന്തായിരുന്നാലും ആഖിറത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. സ്വാലിഹീങ്ങൾ അങ്ങനെയാകാണ്. അതിന് ഉദാഹരണം നമ്മൾ അബുദാബി ക്ലാസ് പറഞ്ഞിരുന്നു. മുനീർച്ച അവിടെ ഇരിക്കേണ്ട, നമ്മൾ അങ്ങാട് മുനീർച്ച ഹജ്ജിന് പോകാൻ വേണ്ടി വന്ന, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ മിഞ്ഞാന്നല്ലേ യാത്രയപ്പ് നൽകിയത് മുനീർച്ച? ഇന്നലെ മിഞ്ഞാന്ന് വ്യാഴാഴ്ച അബുദാബിയിൽ നിന്ന് യാത്രയപ്പൊക്കെ മാഷാ അള്ളാഹ് നമ്മുടെ ഹാജിമാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇന്ന് ദുബൈ എയർപോർട്ടിലുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കണ്ടു. മാഷാ അള്ളാഹ് നമ്മുടെ ഉസ്താദിൻ്റെ കൂടെ, ഹസനി ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് ഹാജിമാരിന്ന് ഫ്ലൈറ്റിൽ പോയി ദുബൈയിൽ നിന്ന്. അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജ്, അവരുടെ യാത്ര അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ, കബൂലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അവിടുത്തെ അബുദാബിയിലെ ക്ലാസ്സിൽ, കാറിൻ്റെ കഥ പറഞ്ഞതാ. ദുന്യാവിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കണം എന്നാ എനിക്ക് തോന്നുന്ന ഒരു പഴയ കാർ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളില്ലാത്ത വീടില്ല അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പണ്ടൊക്കെ ഒരു കാറായാൽ മതിയായിരുന്നു, 4 ടയറുണ്ടായ കാറിൽ വന്നു എന്നാ പറയാം. ഇന്നതല്ല, ഏത് കാറെന്ന് ചോദ്യം വരും, പിന്നെ ഏത് മോഡൽ എന്ന് ചോദ്യം വരും. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കാറിൽ വന്നതേ പറയുള്ളൂ. ഉമ്മ ഒരു കാറിലാണ് ഞങ്ങൾ പോയത്, ആ ചെറിയ മുട്ടക്കാറിലാണ് പോയിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം എത്രയായിരുന്നു.
അല്ലേ? എത്ര ദൂരം വരെ ഇവിടുന്ന് ഏർവാടിക്ക് അങ്ങോട്ട് പോകുക തന്നെ മാരുതി 800-ലൊക്കെ യാത്ര പോവുക. അപ്പോൾ ആരെങ്കിലും പോരോ? കാഞ്ഞങ്ങാട്ടേക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കയറില്ല എന്നാ പറയാം. അങ്ങനത്തെ കാറിൽ അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു അല്ലേ? അന്ന് വലുതായിരുന്നു. പിന്നെ പുതിയ പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങല്ലേ. ഉദാഹരണം പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു 2095 മോഡലോ 2000 മോഡലോ കാറുണ്ടെന്ന് വിചാരിക്കും. 23 കൊല്ലത്തെ പഴക്കമുണ്ടാവും ഇപ്പോൾ അല്ലേ? ആ കാറിങ്ങനെ നിൽക്കുമ്പോഴാണ് അളിയന് വന്നിട്ട്, അല്ലെങ്കിൽ ബഹ്റൈനിൽ നമ്മളെ അബ്ദുള്ള സാഹിബോടെ ഉണ്ട്, ബഹ്റൈനിൽ ഈ പരിപാടിക്ക് വേണ്ടി വന്നത്, ഉസ്താദിന് ഭക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ, പടച്ചവനെ അള്ളാഹു കബൂലാക്കട്ടെ. ഞങ്ങളെങ്ങാനും ഭക്ഷണത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ഒരു കരാട്ട കാണുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അൽഹംദുലില്ലാ ഭയങ്കര ക്ഷമയാണ്. നല്ല സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച വീട്ടുകാരും അവിടുത്തെ അവരുടെ ജ്യേഷ്ഠനുജന്മാരും ഉപ്പയും മക്കളൊക്കെ ഭയങ്കരമായ സ്നേഹവും നല്ല ഭക്ഷണവും. അള്ളാഹു അവർക്കൊക്കെ ഹൈറായി പ്രതിഫലം നൽകട്ടെ. കരാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചിരുന്നുണ്ടോ സത്യം വരാത്തതൊക്കെ. അപ്പോൾ അൽഹംദുലില്ലാ ഷാഫി ഭയങ്കര പേടിച്ചിരുന്നു, നേരം വൈകി അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു കരാട്ടക്കാർ ഭയങ്കര ക്ഷമയായിരിക്കും എന്ന് പറഞ്ഞു. ഭയങ്കര ലാസ്റ്റ് ക്ഷമ കെട്ടാൻ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അത് വേറെ വിഷയം. ലാസ്റ്റ് എൻ്റെ വരെ അവർ ക്ഷമിക്കും. അത് ശരിക്കൊരു സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന സാധനമാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ഒരു അടി കുത്തും പഠിക്കണതാണ്, അതല്ലത്. ശരിക്ക് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന സംഗതിയാണത്. മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഒരു ഓഫർ ചെയ്തു നമ്മൾ അബ്ദുള്ള സാഹിബ് അവരുടെ കുടുംബക്കാരനോട് പറയാം, നിങ്ങളുടെ പഴയ 2000 മുതൽ 99 മുതൽ കാറൊക്കെ നീ വിടും, ഞാൻ പുതിയ 2023 വാഹനം നിങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു ബ്രസ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാഹനം, ഒരു ഗ്രാൻഡ് വിറ്റാറ, എന്നൊരു വണ്ടി ഇറങ്ങിയത് കണ്ടു, നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാ ഒരു പുതിയ വാഹനം, ഒരു പുതിയ മോഡൽ ഇന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ പഴയ വണ്ടി ശരിക്കും തോത്തി തുടച്ച് കൊണ്ടുവരുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് അത് കൊണ്ടേ കൊടുക്കണത്. പുതിയത് കൊണ്ടുപോയി കൊടുത്താൽ മക്കളും ഭാര്യയും പിന്നെ പഴയതിൽ പോകുമോ? കയറൂല. അപ്പം നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങളിതിൽ വരാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഈ പുതിയ വാഹനത്തോടായി പിന്നെ അടുപ്പം. അപ്പോൾ അത് വൃത്തിയിൽ വെയിൽ കൊള്ളാതെ, പൊടി പിടിക്കാതെ, സ്ക്രാച്ചില്ലാതെ, അതിനെന്തെങ്കിലും വേദന വന്നാൽ കുട്ടിക്ക് പനി പിടിച്ച പോലെ ആയിരിക്കും. വണ്ടിക്കൊരു സ്ക്രാച്ച് വന്നാൽ അങ്ങനെ കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇതൊന്നും ചെയ്യരുതെന്ന് പറയാൻ എൻ്റെ അത്ര മനസ്സിലേക്ക് കൊടുക്കരുത്. നിങ്ങൾക്കൊരു പുതിയ വാഹനം കിട്ടിയാൽ ആ പഴയ വാഹനം പിന്നെ കാർ പോർച്ചിൽ പൊടി പിടിച്ച് കിടക്കും അല്ലേ? പിന്നെ എന്നും തുടച്ചുകൊണ്ടിരുന്ന ആ വണ്ടി, പഴയ വണ്ടി പിന്നെ നിങ്ങൾ എടുക്കാതെയാവും. പിന്നെ അത് മാസത്തിലൊരിക്കൽ കഴുകാൻ തുടങ്ങും. പിന്നെ അതും വിടും. 2 മാസം കഴിയുമ്പോൾ ആ പൊടി പിടിച്ച്, അപ്പോൾ ആരോ പറയും, എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്, കൊടുത്ത് ഒഴിവാക്കിക്കൂടെ, എന്തെങ്കിലും കിട്ടണതായില്ലേ എന്ന് പറഞ്ഞ് ആ പഴയ വാഹനം നിങ്ങൾ ഒരു മൈൻഡില്ലാതെ വിടും. കിട്ടിയ പൈസ നിങ്ങൾ കൊടുക്കും അല്ലേ? അത് കൊടുത്തത് എപ്പോഴാണെന്നറിയോ? പുതിയത് കയ്യിൽ കിട്ടിയപ്പോൾ. ഈ പഴയ വാഹനത്തോട് നിങ്ങൾക്കുണ്ടായ മനസ്സിലെ ബന്ധം എത്രയാണോ, പുതിയത് കിട്ടിയപ്പം പഴയതിനോടുള്ള ബന്ധം, ആ ബന്ധമാണ് ദുന്യാവും പൈസയുമായി നമുക്കുണ്ടാവേണ്ടത്. ദുന്യാവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട്, അതിനെ വല്ലാണ്ട് കൽബിലേക്ക് കൊണ്ടു നടക്കരുത്. സാരല്ല, പൊടി പിടിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് പറയില്ല എന്ന പോലത്തെ ഒരു വിലയെ കൽബിലേക്ക് കൊടുക്കേണ്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സ്നേഹം കൊടുക്കേണ്ടത്. പ്രേമവും അനുരാഗവും അള്ളാഹുവിനും അവൻ്റെ റസൂലിനും കൊടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥിനികളെ, ജീവിതം എന്തൊരു മനോഹരമായിരിക്കുമെന്നോ. അല്ലാത്ത ബന്ധങ്ങളൊക്കെ ഹറാമിലേക്ക് എത്തുന്ന ബന്ധങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ, നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ പടച്ചവനെ, അരിനി ദുന്യാ, ദുന്യാവിനെ എൻ്റെ കണ്ണിൽ കാണിക്കണേ, കമാ അറൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്, നിന്റെ അടിമകളിലെ സ്വാലിഹീങ്ങൾക്ക് നീ കാണിച്ചു കൊടുക്കുന്ന പോലെ. സജ്ജനങ്ങൾ, ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദുന്യാവിലെ സൗകര്യങ്ങളൊക്കെ ഒരു മനസ്സിലേക്ക് വല്ലാണ്ട് കൊടുക്കും. നിങ്ങൾ വീട് വെച്ചോളൂ, നിങ്ങൾ നല്ല വാഹനം വാങ്ങിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് വലിയ വില കൊടുക്കരുത്. കൽബിലേക്ക് അത് കയറ്റി വെക്കരുത്. അവിടെ പോർച്ചിരുന്നുകൊണ്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നല്ലാതെ വാഹനം, കുടുംബത്തെക്കാളും വാഹനത്തും ഒരാൾ കൈവച്ചാൽ അടിക്കണ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടിമ്മ കൈവെക്കുകയാണ്, വെറുതെ ചാരി ഇന്നപ്പം കൈവച്ചായിരിക്കും. ഒരു അടിപിടി കൂടിയ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരെ ഏതോ തലശ്ശേരിയിൽ വെറുതെ കാലിങ്ങനെ വെച്ചതാ, വണ്ടിമ്മ ചാരി ഇന്നതാ. ഉടമ വന്നിട്ട് തല്ലിയ ഏതോ സ്റ്റേറ്റുകാരന് വലിയ പ്രശ്നമായിരുന്നു, ചർച്ചയായിരുന്നു. എന്തേ? അവൻ്റെ വണ്ടിമ്മ ചവിട്ടി. അത് ചളി തുടച്ചാൽ പോകുന്ന സാധനമല്ലേ. പക്ഷേ കൽബിലേക്ക് ദുന്യാവ് കയറിയാൽ പിന്നെ അത് പ്രശ്നമായി മാറും. പിന്നെ അള്ളാഹു ആ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങളെ പരീക്ഷിക്കുക. അത് അള്ളാഹുവിൻ്റെ രീതിയാണ്. നിങ്ങൾ ഏതിനേക്കാണോ കൽബ് കൊടുത്തത് അവിടെ അള്ളാഹു പ്രശ്നം തരും. നിങ്ങളുടെ കുഞ്ഞിനെ ഭയങ്കരമായ സ്നേഹം, പിടുത്തം വിട്ട സ്നേഹമാണെങ്കിൽ ആ കുട്ടിയിലൊരു പരീക്ഷണം കാണേണ്ടി വരും. പാകത്തിന് മതിയെന്ന വീട് ഭയങ്കര ഇതാ, അപ്പോഴേക്ക് തെങ്ങ് മറിഞ്ഞ് വീണ പൊളിയ.
വാഹനം ഭയങ്കര സ്നേഹമാണ്. ആ പൊരുത്തം വന്ന് ഇടിക്കും. അല്ല KSRTC കൊളുത്തി വലിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? 500 പേര് വേണമെങ്കിൽ പോയിക്കോ, കേസ് കൊടുത്തോന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കരമായ സ്നേഹം കൽബ് കൊടുക്കണ്ട, പാകത്തിന് മതി, പാകത്തിന് മതി. ദുനിയാവിന് അങ്ങനെ എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ അങ്ങനെ ഒരു ബന്ധം കൊടുത്താൽ ഇവിടെ നിന്ന് മരിച്ചു പോകാൻ വലിയ പേടിയായിരിക്കും. നമുക്കൊരു യാത്ര നിർബന്ധമാണ്. ഇത് വെറുതെ ഓപ്ഷണൽ യാത്രയല്ലല്ലോ. ആഖിറത്തിലേക്കുള്ള യാത്ര നിർബന്ധമായും നമ്മൾ ചെയ്തേ പറ്റും. ഹജ്ജ് ഇവരൊക്കെ വേണമെങ്കിൽ ചെയ്തില്ല എന്ന് വെക്കാം, അല്ലേ? ഗൾഫിക്ക് പോണ്ടേ ഒരുത്തൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, കുഴപ്പമില്ല. മരണം അങ്ങനെയാണോ? പോയല്ലേ പറ്റൂ. ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങിയേ പറ്റൂ. അതൊരുങ്ങാതിരുന്നാൽ പ്രശ്നം വരും. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സ്നേഹം കൊടുത്തത് അള്ളാഹുവിനാണ്, അവൻ്റെ റസൂലിനാണ്. ബിലാൽ തങ്ങൾ മരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ വാക്കാണത്. ഭാര്യ കരഞ്ഞപ്പോഴും, നീ എന്തിനായി കരയുന്നത്? ഞാൻ സന്തോഷിക്കുകയാണ്. ഞാൻ ഈ മരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ സ്നേഹനിധികളായ നബിയെ, എൻ്റെ സ്നേഹനിധികളായ സ്വഹാബിമാരെ അവരെ കാണാനാണ് നാളെ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ മരിച്ചു, അല്ലെങ്കിൽ നാളെ പകലിൽ മരിച്ചു. എൻ്റെ ഈ മരണം നല്ല സജ്ജനങ്ങളെ കാണാനുള്ള യാത്രയാണ്. ഞാൻ സന്തോഷത്തിലാണ്. പിന്നെ എന്തിനാ നീ കരയുന്നത്? ആ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ, ആ ഒരു ബോധം വേണമെങ്കിൽ ദുന്യാവിനോട്, ഭൗതികതയോടുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ചില അതിരുകൾ വെക്കണം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ്, പിടുത്തം വിട്ട സ്നേഹമാണ്. എന്തെങ്കിലും പരീക്ഷണം അവിടെ വരും. ഭാര്യയെ ഭയങ്കരമായ സ്നേഹമാണ്, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഭയങ്കര സ്നേഹമാണ്. പരീക്ഷണങ്ങൾ വരും. എവിടെയാണോ നമ്മൾ കൂടുതൽ സ്നേഹം ഇറക്കി വെക്കുന്നത്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിറകിൽ നിർത്തി എവിടെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, ആ ഭാഗത്ത് നിന്ന് പ്രശ്നം വരും. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. പടച്ചതമ്പുരാൻ അതുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, പുണ്യ നബി ദുആ ചെയ്യുന്ന ദുആയാണത്. അല്ലാഹുവേ, സ്വാലിഹീങ്ങൾക്ക് നീ എങ്ങനെയാണോ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത്, അവരുടെ വീക്ഷണ രീതികൾ എന്തൊക്കെയാണോ അതുപോലെ ലോകത്തെ കാണാൻ എന്നെ സഹായിക്കണമേ. തങ്ങൾ അങ്ങനെ ദുനിയാവിനെ കണ്ടിട്ടുള്ളൂ, തങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്വല്ലല്ലാഹു, നമുക്ക് വേണ്ടിയല്ലേ തങ്ങൾ ഈ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅലബ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട്, നബിയേ ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ, എനിക്ക് പൈസ തരാൻ അല്ലാഹുവിനോട് ദുആ ഇരക്ക് നബിയേ, അല്ലാഹുവിനോട് ദുആ ഇരക്കിൻ. ഒരു സ്വഹാബി വന്ന് പറഞ്ഞ ചരിത്രമുണ്ട്, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ. അപ്പോൾ പറഞ്ഞു നബി തങ്ങൾ, സഅലബ ഖലീലുൻ തഷ്കുറുഹു അലൈഹി ഖൈറും മിൻ കസീരിൻ ലാ തഷ്കുറു. കുറച്ച് പൈസ കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നതിനേക്കാൾ, അതാണ് ആ പൈസക്ക് നന്ദി ചെയ്യലാണ് നല്ലത്. കുറേ കാശുണ്ടായിട്ട് അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നതിനേക്കാളും. കുറേ സമ്പത്തുണ്ട്, അതിനൊന്നും ശുക്ർ ചെയ്യാൻ കഴിയില്ല. കുറച്ചേ ഉള്ളൂ, ഉള്ളതിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ചെറിയ ഭക്ഷണം വീട്ടിൽ വന്നാൽ സ്വാദോടുകൂടെ കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ കഴിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ ഉരുളക്കും ഓരോ ബിസ്മി അൽഹംദുലില്ലാഹ് ചൊല്ലേണ്ടി വരും. അങ്ങനത്തെ വിഭവങ്ങളല്ലേ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയാണോ? അന്നൊരു ഉണക്കറൊട്ടിയും ഉപ്പിൻ്റെ കല്ലുണ്ടാവും, അല്ലെങ്കിൽ ജെയ്ത്തിൻ്റെ എണ്ണ ഉണ്ടാവും, ഒലീവിൻ്റെ ജെയ്ത്തൂനിൻ്റെ എണ്ണ. കഴിഞ്ഞു. അന്നത്തെ വലിയ വിഭവം അതാണ്, പച്ചവെള്ളവും. ഇന്ന് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ തീന്മേശയിലേക്ക് വരുന്നത്. ഓരോ ഉരുളക്കും ഓരോന്നിനും ബിസ്മി ചൊല്ലേണ്ടി വരും. ചൊല്ലണം നിർബന്ധമായിട്ടല്ല ഞാൻ പറയുന്നത്, ശുക്റായിട്ട് മിനിമം നമുക്ക് ചൊല്ലണമെന്ന് തോന്നിപ്പോവാൻ. അള്ളാഹു ഇതൊക്കെ അനുഗ്രഹങ്ങളല്ലേ പടച്ചവനെ. അതുകൊണ്ട് തഅലബ, സമ്പത്ത് വേണോ? കുറച്ച് അതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലേ. കുറേ അള്ളാഹ് തരുമ്പോഴേ പടച്ചവനെ വേണ്ടാന്ന് വരും, അള്ളാഹുവിനെ മറന്നുപോകും, ദീന് വേണ്ടാന്ന് തോന്നും, നിസ്കാരത്തിന് വരാതെയാകും, ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാതെയാകും. വേണം നബിയെ, എനിക്ക് പൈസ വേണം. തങ്ങൾ പറഞ്ഞു, സഅലബ വേണോ? ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ കാണുന്ന പർവ്വതങ്ങളെ സ്വർണമാക്കി മാറ്റിത്തരാൻ അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. നബിയെ, എനിക്ക് പൈസ വേണം. നബി തങ്ങൾ പറഞ്ഞു വീണ്ടും, സഅലബ, കുറച്ച് കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യലാണ്. ഒരുപാട് കയ്യിൽ വന്നിട്ട് അതിന് നന്ദി ചെയ്യാൻ കഴിയാതെ പോകുന്നതിനേക്കാളും നല്ലത് ഉള്ളതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലയോ സഅലബ. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, നബിയെ, എനിക്ക് പൈസ വേണം.
അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മർസുഖ്ഹു മാല, പടച്ചവനെ തഅലബക്ക് പൈസ കൊടുക്കണമേ. മഹാന്മാർ പറയാ, ആടിൻകുട്ടികളും ആട്ടിൻപറ്റവും കന്നുകാലികളും ഒട്ടകങ്ങളും പുഴുക്കൾ പെരുകുന്ന പോലെ പെരുകിയതാണ്. മദീനയിൽ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാണ്ടായി. അപ്പോൾ സ്ഥലം മാറിപ്പോയി. അതുവരെ ഓരോ വക്തിനും നിസ്കരിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ ജുമുഅക്ക് മാത്രം വരുന്ന അവസ്ഥയായി. പിന്നെയും പെരുക. തങ്ങളുടെ ദുആയല്ലേ, അല്ലാഹുമ്മ ർസുഖ്ഹു മാല. മദീനയുടെ ഔട്ട്സ്കേർട്സിലാണ് അവർ താമസിക്കുന്നത്, മദീനയുടെ പുറം സബർബിൽ. അവിടെ മൃഗങ്ങൾ നിറയാണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജുമുഅക്ക് വരാൻ കഴിയാതായി വീട്ടിൽ നിന്നായി നിസ്കാരം. നോക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് യാത്രാ സംഘങ്ങൾ വരുമ്പോൾ ചോദിക്കും, മാ ഫഅല തഅലബ, തഅലബക്ക് എന്തു പറ്റി കാണുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, നബിയേ ശഗലതുഹു അംവാലുഹു, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോയതാണ്, ഇവിടേക്ക് വരാൻ പിന്നെ സമയം കിട്ടുന്നില്ല. അങ്ങനെയായിപ്പോയി. ഹബീബായ നബി തങ്ങൾ സക്കാത്ത് പിരിക്കാൻ ആളയച്ചു. ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും, ഈ തഅലബ തങ്ങളിൽ നിന്നും സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. സക്കാത്തിന് വേണ്ടി ആള് വന്നപ്പോൾ തഅലബ തങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ബനൂ സലമയിൽ ഒരാളെ കാണാനില്ലേ, അയാളെ കണ്ട് തിരിച്ചു വരിൻ, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും. നബിയെ, അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് സക്കാത്ത് എടുക്കണം, നിർബന്ധമാണ്. നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കണം. അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനാണത്, അവരെ ശുദ്ധീകരിക്കാനാണത്. വസല്ലി അലൈഹിം, സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. ഇന്ന സ്വലാതക സകനുൻ ലഹും, അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. ഖുർആൻ പറഞ്ഞു. പക്ഷേ തഅലബ തങ്ങൾ തിരിച്ചു വന്ന നബി തങ്ങളുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇത് ഇന്ന ഹാദിഹി ജിസിയ, ഇത് ടാക്സ് അല്ലേ, സക്കാത്ത് ചോദിച്ചതിന് ഇത് ടാക്സ് ആണല്ലോ, ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തഅലബ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നബി തങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങൾ വിഷമിച്ചിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, തഅലബക്ക് നഷ്ടമാണ്, തഅലബക്ക് നഷ്ടം സംഭവിച്ചു പോയല്ലോ. അവർ വന്നു പറഞ്ഞു, നബിയെ തഅലബ തരാൻ കൂട്ടാക്കിയില്ല, തങ്ങൾ വഫാത്തായി. പിന്നെ വഫാത്താന് മുമ്പ് വരെ തങ്ങളുടെ അടുത്ത് വീണ്ടും വന്നു അദ്ദേഹം, നബിയെ ഞാൻ തരാം നബിയെ, എൻ്റെ സമ്പത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു. തങ്ങൾ വിഷമിച്ചു എന്ന് ഇവർ അറിഞ്ഞു. പക്ഷേ എന്തോ തങ്ങൾ സ്വീകരിച്ചില്ല. സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു, സമ്പത്ത് വേണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞു. ചോദിച്ചു വാങ്ങിയതാണ്, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു നബി തങ്ങൾ. ചിലപ്പോൾ അങ്ങനെയാ, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോകും. ഖൈറുൻ തഷ്കുറുഹു, കുറച്ചുണ്ട്, അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. അതാണ് ഒരുപാടുണ്ടായി ശുക്ർ ചെയ്യാതിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത്, എത്രയോ നല്ലത് ഉള്ളതിന് തൃപ്തി ചെയ്ത് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം സക്കാത്ത് പിരിക്കാൻ വന്നപ്പോൾ തഅലബ കൊണ്ടുകൊടുത്തു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പുന്നാര നബി സ്വീകരിക്കാത്തത് തഅലബ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞു. ഉമർ തങ്ങളുടെ കാലം വന്നു. ഉമർ എന്നവര് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബും സിദ്ദീഖായ അബൂബക്കർ എന്നവരും സ്വീകരിക്കാത്തത് ഉമറിന് സ്വീകരിക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ കാലഘട്ടമായപ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെടുകയാണ്. സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ദുന്യാവ് ലഭിച്ചു കഴിഞ്ഞതിൻ്റെ മേൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ദാരുണമായൊരു അനുഭവമാണ്. ഈ സംഭവത്തിൻ്റെ സുഹത്തും ദുഅഫിലും അലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിൽ വലിയൊരു മഅനയുണ്ട്. ആ മഅന, അല്ലാഹുവേ അരിനി ദുന്യാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, പടച്ചവനെ നിന്റെ സജ്ജനങ്ങളായ നല്ല മനുഷ്യർക്ക് ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് ഈ ദുന്യാവിനെ കാണിച്ചു തരയണമേ എന്ന നബിയുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്സാരമാണിത്. സ്വാലിഹീങ്ങൾ ഇതിനെ കാണുന്നൊരു രീതിയുണ്ട്. എത്ര കാശുള്ള മുതലാളിമാർ ഇതിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന ഹോൾസെയിൽ കച്ചവടക്കാരനാ, റീറ്റെയിൽ അല്ല, ഹോൾസെയിൽ കച്ചവടക്കാരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ ഒരാൾ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേര് കേട്ട കച്ചവടക്കാരനാണ്. പക്ഷേ കൊടുക്കുക ചെയ്തത് അല്ലാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി മനസ്സിലേക്ക് കൊടുത്തിട്ടില്ല, മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല.
അങ്ങനെ സജ്ജനങ്ങളുടെ മാർഗം സ്വീകരിക്കണമെന്നും ശിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവേ സജ്ജനങ്ങളുടെ മാർഗം തരണേ എന്ന് ചോദിക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടി തെറ്റുകയോ പൈസയ്ക്ക് വേണ്ടി പിണങ്ങുകയോ ചെയ്യുന്നത് സജ്ജനങ്ങളുടെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കിട്ടിയത് പോരാ എന്ന് പറയുകയും വിവാഹത്തിൻ്റെ പേരിൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നത്, വീട് പണി നടക്കുമ്പോഴോ വീട്ടിലെന്തെങ്കിലും മാമൂലുകൾ നടക്കുമ്പോഴോ കൊണ്ടുവന്നത് മതിയായില്ല എന്ന് പറയുന്നത്, ഇത് ദുന്യാവിനോടുള്ള ആർത്തിയാണ്, അലച്ചയാണ്, സ്വാലിഹീങ്ങളുടെ അടയാളമേ അല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളതല്ല. ഇത് പോരെന്നോ ഇത് മതിയായില്ലെന്നോ എന്ന് പറയുന്നത് അതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ സന്തോഷിക്കുക വേണ്ടത്, പിന്നെ അവിടെ അടിയുണ്ടാവുക, പിന്നെ പിണങ്ങലാണ്, പിന്നെ തെറ്റലാണ്, പിന്നെ മിണ്ടാതെ ആവലാണ്. ഇഷ്ടംപോലെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടേ വലിയ ഫംഗ്ഷൻ നടത്തിയിട്ട് പിന്നെ പിണങ്ങ. നമ്മൾ പറയും ഗൾഫിലൊക്കെ ഉണ്ട്, അറബി പല നാട്ടിൽ നിന്ന് വന്ന മനുഷ്യന്മാരുണ്ടാവുമല്ലോ, പല ഫാമിലികളും. അധികം അവിടെയുള്ള ഈ വൈറ്റ് അറബ്സ് വലിയ ഫുഡും ചുട്ടതും കരിച്ചതൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് സൂപ്പറൊക്കെ വിരിച്ച് 2 മണിക്കൂറൊക്കെ ഇരുന്ന് അവസാനം ഒരു തല്ലി പിരിയല. ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സന്തോഷിച്ച് എണീറ്റ് പോകുന്നവർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ട് വലിയൊരു കുടുംബ സംഘമായിരിക്കും, അതങ്ങ് പിരിയും, അടിച്ചു പിരിയും. എന്ന പോലെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കൊണ്ടതിൻ്റെ ക്വാളിറ്റി മതിയായില്ല, അതിൻ്റെ ബ്രാൻഡ് മതിയായില്ല, അത് ഇത്രയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ആരങ്ങോട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്? സ്വാലിഹീൻ. കുട്ടികളാ? കുഴപ്പമില്ല, കളിച്ചോട്ടെ, പിള്ളമാർ കളിച്ചോട്ടെ. إن طيب الكسب كسب التجار الذين إذا حدثوا لم يكذبوا. കുട്ടികൾ നിർത്താനുള്ള സിഗ്നൽ തന്നായിരിക്കും ചിലപ്പോൾ, അല്ലേ? അതെ, സിഗ്നൽ തന്നായിരിക്കും. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സ്തംഭിപ്പിക്കും. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കച്ചവടക്കാരെ സംബന്ധിച്ച, കച്ചവടക്കാർ ഭയങ്കര സംഭവമായിട്ടാണ്. യഅലം അന്ന ഔനല്ലാഹി മഅ സ്വാലിഹി തുജ്ജാർ. പുണ്യ നബിയുടെ ഹദീസാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടത്, യഅലം, അറിയണേ സഫ്വാനെ, അന്ന ഔനല്ലാഹ്, അല്ലാഹുവിൻ്റെ സഹായം വരുന്നത് മഅ സ്വാലിഹി തുജ്ജാർ, സജ്ജനങ്ങളായ നല്ല മനുഷ്യരായ കച്ചവടക്കാരിലൂടെയാണ്. സ്വാലിഹീങ്ങളുടെ കഥയെ നമ്മൾ പറഞ്ഞു പോരുന്നത്. സജ്ജനങ്ങളായ കച്ചവടക്കാർ, സ്വാലിഹീങ്ങളായ കച്ചവടക്കാർ അവരുണ്ടെങ്കിൽ ആ നാട്ടിൽ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. ആരായി സജ്ജനങ്ങളായ കച്ചവടക്കാർ? ഇന്ന തുയബൽ കസ്ബി കസ്ബുത് തുജ്ജാർ. ഹബീബായ നബി ഞങ്ങൾ പറയുന്ന ഹദീസ് മഹാനായ ഇമാം ഇബ്നു അബി ഹാത്തിം എന്നവരുടെ ഇലലിൽ ഉദ്ധരിക്കുന്നു. ഇന്ന തുയബൽ കസ്ബി, ഏറ്റവും നല്ല അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, കസ്ബുത് തുജ്ജാർ, കച്ചവടം ചെയ്ത് കച്ചവടക്കാരുണ്ടാക്കുന്ന പൈസയാണ്. എങ്ങനത്തെ കച്ചവടക്കാർ? അല്ലദീന ഇദാ ഹദ്ദസൂ ലം യക്ദിബൂ. സ്ഥലക്കച്ചവടക്കാരുണ്ടാവും, ബ്രോക്കർമാരോട് ഇരിക്കുന്നുണ്ടാവും, ചെറിയ റീറ്റെയിൽ കച്ചവടക്കാരുണ്ടാവും, ഹോൾസെയിലുകാരുണ്ടാവും, ഗൾഫിലുള്ളവരുണ്ടാവും, പലയിടങ്ങളിലുള്ളവരുണ്ടാകും. എല്ലാവരും ഒന്ന് കേൾക്കണേ, നമ്മുടെ നബി നമ്മളോട് പറയാ സല്ലല്ലാഹു. ഹബീബിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. അതായി പറഞ്ഞിരുന്നത്, ഇന്നാ തുയബൽ കസ്ബി, നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഏറ്റവും നല്ല അധ്വാനം കസ്ബുത് തുജ്ജാർ, നിങ്ങളിലെ കച്ചവടക്കാരുടെ അവരുടെ സമ്പാദ്യങ്ങളാണ്. എങ്ങനത്തവർ? അല്ലദീന ഇദാ ഹദ്ദസൂ ലം യക്ദിബൂ, അവർ സംസാരിക്കുമ്പോൾ നുണ പറയില്ല. വഇദാ വഅദൂ ലം യുഖ്ലിഫൂ, അവർ കരാറ് ചെയ്താൽ ആ കരാറ് പൊളിക്കുകയില്ല. വഇദാ തുമിനൂ ലം യഖൂനൂ, അവരെ വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ അവർ വഞ്ചന ചെയ്യൂല. വഇദാ ഇശ്തറൂ ലം യദുമ്മൂ, അവരെന്തെങ്കിലും നിങ്ങളെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ കുറ്റം പറയൂല. വഇദാ ബഅൂ ലം യംദഹൂ, നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനവർ പുകഴ്ത്തി പറയുകയും ഇല്ല. എങ്ങനെയെന്നറിയോ? ഒരു പഴയ ബൈക്ക് കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോയിക്കണം. അപ്പം എന്താ പറയുക? ഇതിപ്പോൾ ആരും എടുക്കണില്ല, നിനക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് പോയിക്കോ, നാളെ നിങ്ങൾ ആളെ വിടുക, ഈ മോഡൽ സാധനം കിട്ടാണ്ടോ. അല്ല, അത് തീരെ കിട്ടാനില്ല, ഒരു സാധനം ഇവിടെ എത്തിക്കണം, അതിന് ഇത്ര എനിക്ക് വില കിട്ടണം എന്ന് പറയും. നിങ്ങൾക്ക് തന്നതിൻ്റെ 10 ഇരട്ടിക്ക് വിൽക്കുവർ.
വാങ്ങിക്കുമ്പോൾ എന്താ പറയുക, അതിന് ആളില്ല, ഗോളേരില്ല, ചിലവാവില്ല. അതാണ് നബി തങ്ങൾ പറയുന്നത്, ഇദശ്തറൗലം യദുമ്മു. അവരിങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ, അപ്പോൾ പഴയ സാധനം വാങ്ങി പുതിയത് കൊടുക്കൂലേ, അല്ലെങ്കിൽ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യൂലേ, അവരെന്തെങ്കിലും നിങ്ങളെന്ന് സ്വീകരിക്കുമ്പോൾ ലം യദുമ്മു, അവർ കുറ്റം പറയൂല, ഉള്ളതിനെ ഉള്ളതുപോലെ പറയാ. അങ്ങനെ ചെയ്താൽ പോരെ. അപ്പം അങ്ങ് പറയും ഇതിന് തീരെ മാർക്കറ്റില്ല, ഇത് പറ്റി പാർട്സ് കിട്ടാനില്ല, എവിടെ എല്ലായിടത്തും കിട്ടാനുള്ളതായിരിക്കും, എന്നാലും പറയും അങ്ങനെ, ഇതിപ്പോൾ ആർക്കും വേണ്ട. പിന്നെ ഒരു വെറുതെ നിനക്ക് വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ വെച്ച് പോയിക്കോ, ഞാൻ വിറ്റോളാന്ന് പറയും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വിൽക്കാൻ ചെന്നാലോ ആ കൊടുത്തവരൊക്കെ ഒരിക്കലും തിരിച്ചു കിട്ടൂല, പിന്നെ രണ്ടരട്ടി കൊടുക്കേണ്ടി വരും. അവർ വിൽക്കുകയാണെങ്കിൽ അവർ അമിതമായി പുകഴ്ത്തി പറയുകയും ഇല്ല, ഉള്ളത് പറഞ്ഞാൽ മതി. അതാണ് നബി ഞങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കുറ്റം പറയും, കൊടുക്കുകയാണെങ്കിൽ നന്നായി പുകഴ്ത്തി പറയും ചെയ്യും. അങ്ങനത്തെവരല്ല. വാക്കുകൾ പറയുമ്പോൾ നുണ പറയുന്നവരല്ല, കരാറ് ചെയ്താൽ അത് പൊളിക്കുന്നവരല്ല, വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് വഞ്ചിക്കുന്നവരുമല്ല. ഫഇദാ കാന അലൈഹിം ലം യംതുലൂ. അവരിൽ നിന്ന് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടെങ്കിൽ അവര് തരാ എന്ന് പറഞ്ഞവർ നീട്ടിക്കൊണ്ടുപോകില്ല. കാശുണ്ടായിട്ട് തരാതിരിക്കുന്ന പണി അവർ ചെയ്യൂല. വഇദാ കാന ലഹും ലം യുഅസ്സിറൂ. അവർക്ക് കിട്ടേണ്ട പൈസയാണെങ്കിൽ അത് വാങ്ങിക്കാൻ അവർ ബുദ്ധിമുട്ടാക്കുകയുമില്ല. ചില ആളുകൾ കച്ചവടം നടന്നു കഴിഞ്ഞു, പക്ഷേ അതിനുശേഷം പരാജയത്തിലായിരിക്കും. അപ്പോൾ കുറച്ച് സാവകാശം ചോദിക്കും. ആ സാവകാശം കൊടുക്കാതെ എനിക്കിപ്പോൾ വേണം, അല്ലെങ്കിൽ പോയി കേസെടുക്കും. പീഡിപ്പിക്കുന്നവർ, ഭീഷണിപ്പെടുത്തുന്നവർ അങ്ങനെയുമല്ല സത്യസന്ധരായ കച്ചവടക്കാർ. ഇന്ന ഇഅലം അന്ന ഔനല്ലാഹി മഅ സാലിഹി തുജ്ജാർ. അറിയണേ, സഫ്വാൻ ഇബ്നു ഉമയ്യ, അല്ലാഹുവിൻ്റെ സഹായം സ്വാലിഹീങ്ങളായ കച്ചവടക്കാരുടെ കൂടെയുണ്ട്. നല്ല കച്ചവടക്കാർ, അങ്ങനത്തെ കച്ചവടം ചെയ്യാൻ കച്ചവടക്കാർക്ക് സാധിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നുണയായ നുണ പറഞ്ഞിട്ട കച്ചവടങ്ങളും അധിക കൂറും നടക്കുന്നത് എന്ന് പറയുമ്പോൾ വേദനയുണ്ടെങ്കിലും പറയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ നുണ പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ലാ യബീഊന അലാ ബൈഇ മുസ്ലിമിൻ. കച്ചവടത്തിൻ്റെ ചില നിയമങ്ങളാണ്. ഒരു മുസ്ലിമായ മനുഷ്യനൊരു കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ ഞാൻ 10 രൂപ ഏറെ തരാമെന്ന് അതിൻ്റെ മീതെ കച്ചവടം ചെയ്യാൻ പാടുള്ളതല്ല. കച്ചവടം ഉറപ്പിച്ചു പോയതാണ്. കല്യാണം അങ്ങനെയാണ്. ഒരു ചെറുക്കനോട് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ മേൽ പിന്നെ ഒരാൾ ഖിത്ബത്ത് നടത്തരുത്, വിവാഹ ആലോചന നടത്തരുത്. എനിക്ക് കെട്ടിച്ചരോ എന്ന് പറയരുത്. എന്തേ? അതൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. അതന്നെ, അത് മാനസിക വേദനകൾ ഉണ്ടാക്കും. ഒരു കച്ചവടം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറെ തരാം എന്ന് പറഞ്ഞ് ബൈഉൻ അലാ ബൈ, ചെയ്ത കച്ചവടത്തിൻ്റെ മീതെ കച്ചവടം ചെയ്യാൻ പാടില്ല. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അർറജുലു സ്വാലിഹു യഅതി ബിൽ ഖബരി സ്വാലിഹ്. നല്ല മനുഷ്യർ നല്ല വാർത്തകളാണ് കൊണ്ടുവരിക. വറജുലു സൂഉ യഅതി ബിൽ ഖബരി സൂ. ചീത്ത മനുഷ്യർ എപ്പോഴും ചീത്ത വാക്കുകളായിരിക്കും കൊണ്ടുവരിക, ചീത്ത വർത്തമാനങ്ങൾ, നെഗറ്റിവിറ്റി. അതായത് പറഞ്ഞിരുന്നത് സ്വാലിഹീങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, എപ്പോഴാണെങ്കിലും ഉറക്കം തൂക്കിയിട്ടാണ്. അവൻ ചോദിക്കുക, ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഒരു അറബി നാട്ടുകാരനാണ്, അറിയ താഴ്ബാൻ. എന്നും താഴ്ബാനും എന്നും നഴ്സാനും, എപ്പോഴും ഉറക്കവും ക്ഷീണം തന്നെ. രാത്രി ഉറങ്ങൂല, ഫുട്ബോൾ കണ്ടിരിക്കല പരിപാടി. പിന്നെ എങ്ങനെ സ്കൂളിൽ നിന്നാൽ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ എപ്പോഴും കാണും. ഞാൻ പറയും, പൊന്നു ചങ്ങാതി, ഒരു ദിവസമെങ്കിലും ഈ താഴ്ബാനല്ല, ഞാൻ ഭയങ്കര ഉന്മേഷമുണ്ട് എന്ന് പറയും. കേൾക്കാൻ നമുക്കെങ്കിലും ഒരു ഉന്മേഷം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2-3 ആളുകൾ രാവിലെ ചെന്നാലൊരു ചായ കുടിച്ചിരിക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ താഴ്ബാൻ. ചില ആളുകൾ അങ്ങനെയാണ്, എപ്പോഴും നെഗറ്റീവ് എനർജി തരുള്ളൂ. നേരെ മറിച്ച് ഇന്ന് അൽഹംദുലില്ലാഹ് പുറത്ത് കണ്ടോ, എന്ത് വെളിച്ചല്ലേ, ആകാശത്തിന് എന്ത് തെളിമ, ഇന്ന് ചെറിയ ചാറ്റൽ മഴയുണ്ട്, എന്ത് തണുപ്പല്ലേ, ഇന്ന് എന്ത് സുഖം, എന്ത് ചൂടായിരുന്നു, ഇന്ന് നല്ല മാറ്റമുണ്ടല്ലേ, കാലാവസ്ഥ ഉഷാറായല്ലോ എന്ന് പറഞ്ഞു കേൾക്കല്ലേ നമുക്ക് സന്തോഷം നൽകുന്നത്. നേരെ മറിച്ച് മഴക്കാറ് കണ്ടിട്ടേ എന്തോ ഒരു സങ്കടം പോലെ, ഈ ചൂടൊക്കെ അനുഭവിച്ച് നിൽക്കുമ്പോൾ മഴ പെയ്യല്ലേ വേണ്ടത്. അപ്പോൾ ഒരു ശുഭ വാർത്ത നൽകേണ്ടതിന് പകരം ഒരു നെഗറ്റീവ്. ചില ആൾക്കാർ എന്തിലും അങ്ങനെയാണ്. ഒരു ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടായാൽ അങ്ങനെയല്ലേ പറയാ, അതിൽ 1/2 ഗ്ലാസ് കാലിയാട്ടോ. നല്ല മനുഷ്യരെന്ത് പറയും? 1/2 ഗ്ലാസ് വെള്ളമുണ്ട്. അല്ലാത്ത എന്ത് പറയും? 1/2 ഗ്ലാസ് കാലില്ല, പകുതിയല്ലേ തന്നിട്ടുള്ളൂ.
വീട്ടുകാർക്ക് അതിഥികളായി വരുന്നവർക്ക് ചായ കൊടുത്താൽ കംപ്ലൈൻറ്റ് വരും. ചിലപ്പോൾ ചെറിയ ഗ്ലാസ്സിലാണ് തന്നത്, ആ ഗ്ലാസ്സിൽ തന്നെ പകുതി തന്നിട്ടുള്ളൂ, ഇതൊന്നും വലിയ മുന്തിയ മുതലല്ല, എത്ര കുടിച്ചാൽ തന്നെ മതി എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ആ കാര്യത്തിലൊരു നെഗറ്റിവിറ്റി കണ്ടെത്തും, അതിലൊരു കുഴപ്പം കണ്ടെത്തും. ഇത് മനുഷ്യരിൽ ചില ആളുകളുടെ രജുലുസൂ, മോശപ്പെട്ടവരുടെ അടയാളമാണ്. അത് ചെയ്യരുത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. ഏതിലും പോസിറ്റിവിറ്റി കാണണം. ഒരു ഭക്ഷണം ഉണ്ടെന്ന് വിചാരിക്കാം, ഈ പെണ്ണുങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നറിയോ? നമുക്ക് പോയിട്ട് വിളമ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോരാൻ പറ്റും. അപ്പോൾ അതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു മുള്ളു കുടുങ്ങിയിട്ടുണ്ടാവും, എന്തെങ്കിലും ചെറിയ ഒരു കമ്പ് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമ്മൾ ദേഷ്യം, അവർ എത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത് കഴുകണം, അതിൻ്റെയൊക്കെ കുട്ടികൾ അവിടെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും, അവരൊന്ന് കൊണ്ടുപോയി കുളിപ്പിക്കണം, അപ്പോഴേക്ക് സ്കൂളിൽ നിന്ന് ബസ് വരാനായി, ഇതിനിടയ്ക്ക് കുറേ ഫോൺ കോളുകൾ വരുന്നു, ഇതിനിടയ്ക്ക് പല ആളുകളെ സ്വീകരിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടായി ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ച് അതിലെ പോസിറ്റീവുകളൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ പറയാം, പിന്നെ ശ്രദ്ധിക്കണേ, അതിൽ ഇങ്ങനെ വിഷയം ഉണ്ടായിരുന്നിട്ടാ, ബാക്കിയൊക്കെ ശരിയായിരുന്നു, ബാക്കിയൊക്കെ റാഹത്താ, നല്ല ടേസ്റ്റ് ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നൊക്കെ പറയാം. ആദ്യമേ നെഗറ്റീവ് പറയാം. ചില ആളുകൾ മുഖത്തടിച്ച് പറയും, ചില ആൾ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അടിയന്തരമായിട്ട് നിർത്തിയേ പറ്റൂ. അത് ആ സ്വഭാവം തിരുത്താനാണ് ഈ ഹദീസൊക്കെ പറഞ്ഞിരുന്നത്. എൻ്റെ സ്വഭാവം അങ്ങനെയെന്ന് പറയരുത്, ആ സ്വഭാവം തിരുത്തണം. മുഅ്മിനീങ്ങളായ ആളുകളോട് ഹസ്സിനു അഖ്ലാഖക്കും, നിങ്ങളുടെ സ്വഭാവം നന്നാക്കണമെന്ന് നബി തങ്ങൾ പറയാൻ കാരണം സ്വഭാവങ്ങൾ നന്നാക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ഹദീസ് പണ്ഡിതന്മാർ പറയാം, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. ശറഅല്ലേ ഇത്, ദീനിൻ്റെ ഒരു നിയമം മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറയില്ല. അപ്പോൾ ചില എടുത്തുചാട്ടക്കാർ, മൂക്കത്ത് ശുണ്ഠിയുള്ളവർ, പെട്ടെന്ന് എടുത്തുചാടുന്നവർ, ആ സ്വഭാവങ്ങൾ അടിയന്തരമായി മാറ്റണം. അത് സജ്ജനങ്ങളുടെ സ്വഭാവമല്ല. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശ്ശിറൂ വലാ തുനഫിറൂ, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഹബീബ് പഠിപ്പിച്ചു തരുന്ന ചില നിർദ്ദേശങ്ങൾ. ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷം നൽകണമേ, വെറുപ്പിക്കരുതേ. വലാ തുനഫിറൂ, വെറുപ്പിക്കരുത്. ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഒരുത്തെ വെറുപ്പിക്കാൻ നിന്നാൽ എല്ലാവരും ഗെറ്റ് ഔട്ട് അടിച്ച് പോകും അല്ലേ? വെറുപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുക, അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആ തരത്തിൽ പെരുമാറുക, അത്തരത്തിലുള്ള മറുപടി കൊടുക്കുക. ഒരാൾ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. സംഭവം അവിടെ ഒരു ഡിജിറ്റൽ നൃത്തം അവിടെ നിൽക്കണുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ലെഫ്റ്റ് അടിച്ച് പോരും മനുഷ്യന്മാർ. എന്തേ സഹിക്കാൻ പറ്റണില്ല. മനുഷ്യർക്കിടയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ സന്തോഷം നൽകണമേ. സന്തോഷം, ഒരു കാര്യം പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കത് സന്തോഷം ഉണ്ടാവോ ഇല്ലേ? പറയുന്ന ആൾക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും ഒരാളെ വെറുപ്പിക്കുന്നത്, പക്ഷെ കേൾക്കുന്ന ആൾക്ക് സന്തോഷമുണ്ടോ ഇല്ലേ? ഇതാണ് മുഅ്മിനീങ്ങൾ നോക്കേണ്ടത്. ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ എന്ത് ചെയ്ത് വെറുപ്പിക്കരുത്, വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. വയസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ. വലാ തുഅസ്സിറൂ, ബുദ്ധിമുട്ടാക്കരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് എന്ന് പറഞ്ഞാൽ നിർത്തണം. നിർത്തന്നെയാണ്, സമയം 12 മണി കഴിഞ്ഞു. യസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമാക്കണേ, ജനങ്ങൾക്ക് പ്രയാസമാക്കരുത്. നിങ്ങൾ പ്രയാസമാവണ്ട. എന്തായാലും ഞാൻ നിർത്തുകയാണ്. ഉമ്മ ലൈവ് കേൾക്കുന്നുണ്ടാവും. ഉമ്മ പറയും പിന്നെ എന്തിനാ നീട്ടിക്കൊണ്ടേന്ന് ചോദിക്കും. അപ്പോൾ സമയമായി കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ യസ്സിറൂ വലാ തുഅസ്സിറൂ ബശ്ശിറൂ വലാ തുനഫിറൂ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽആഖിറഹ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സത്യവിശ്വാസികൾക്കിടയിൽ നല്ലതല്ലാത്ത മോശപ്പെട്ട വാർത്തകൾ പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഖുർആൻ പറയാം, ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നത്, മനസ്സിനെ വേദനിപ്പിക്കുന്നത്, നാണക്കേടുണ്ടാക്കുന്നത്, അത്തരം ന്യൂസുകൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഏതോ ഒരുത്തൻ ഖുർആനെ അവമതിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അവന് ഭ്രാന്താണ്. എന്ത് ചെയ്യും? ഭ്രാന്ത് പിടിച്ചിട്ട് അവനെന്തോ അബ്നോർമലാണ്. നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്യുക. ഇത് പിശാച് ഉദ്ദേശിക്കുന്ന പണി തന്നെ അതാണ്. അള്ളാഹുവിൻ്റെ കലാമിന് അതിന് തക്കതായ ശിക്ഷ അള്ളാഹു കൊടുക്കും, ഒരു സംശയമില്ല. അവന് ബോധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമാണത്. പക്ഷേ നമ്മളുണ്ടല്ലോ ഈ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പൊക്കെ തട്ടി കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെയോ നിബിധങ്ങളെയോ ഇസ്ലാമിൻ്റെ ഷിആറുകളെയോ അപമാനിക്കുന്ന ഒരു സംഗതി ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ അവരാഗ്രഹിക്കുന്ന എന്താ? ഇതെല്ലാവരുടെ കയ്യിലും എത്തണം എന്നാണ്, മുസ്ലിങ്ങൾ കാണണം. നമ്മളാണ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട്. എന്ത് കാര്യം? ആ കിട്ടുന്ന മുറക്ക് തന്നെ ബിന്നിലേക്ക്, വേസ്റ്റ് ബിന്നിലേക്ക് തട്ടുക എന്നല്ലാണ്ട് ഡിലീറ്റ്, ഡസ്റ്റ്ബിന്നിൽ നിന്ന് വരെ ഡിലീറ്റ് ചെയ്യണം. അതൊക്കെ നമ്മളതിന് പകരം ഫോർവേഡ് ചെയ്യും.
പിശാച് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ മോശപ്പെട്ട വാർത്തകൾ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. പ്രചരിപ്പിക്കുന്നവരെ പറ്റില്ല പറഞ്ഞു, ആഗ്രഹിക്കുന്നവർക്ക് ശിക്ഷ ഇങ്ങനെയാണ്. അപ്പോൾ പ്രചരിപ്പിക്കുന്നവർക്ക് എന്തായിരിക്കും? അങ്ങനെ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ-ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു. ഇനി കാണേണ്ട അവസ്ഥയുള്ളൂ, കാണേണ്ടത് കാത്തിരുന്നാൽ മതി. ഫിദ്ദുനിയാ വൽ-ആഖിറ അദാബുൻ അലീം, വേദനയുള്ള ശിക്ഷ. ചിലപ്പോൾ അല്ലാഹു അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷ. പല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കും, അതിനൊക്കെ അവിടെ അർത്ഥങ്ങൾ വ്യത്യാസമാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അതാരാണ് എന്ന് അല്ലാഹ്ക്കറിയാം, നിങ്ങൾക്കറിയൂല. അയാളുടെ ഐഡിയ എന്താ? നിങ്ങളുടെ ഏത് നാഷണാലിറ്റിക്കാരനാ? എവിടുന്നാ ഇത് ചെയ്തത്? ആരായി വീഡിയോ എടുത്തത്? ആരാണിത് കൊണ്ടുപോയി കൊടുത്തത്? എന്തിനാളിത് ചെയ്തു? ഇതൊക്കെ വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കത് അറിയില്ല, പക്ഷെ അല്ലാഹുവിനതറിയാം. പടച്ച തമ്പുരാൻ അത് പിടിക്കും. അങ്ങനെ മോശപ്പെട്ടത് പ്രചരിപ്പിക്കരുത്, അത് സജ്ജനങ്ങളുടെ സ്വഭാവമല്ല. മുഅ്മിനീങ്ങൾക്ക് വേദന ഉണ്ടാവില്ലേ? വിഷമുണ്ടാവുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഏറ്റെടുക്കരുത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ, അത്തരം വിഷയങ്ങളിൽ സംഭവിക്കരുത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുണ്യനബി തങ്ങളുടെ ഒരു ദുആ കൂടെ, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇദാ അസാഉ ഇസ്തഗ്ഫറു വഇദാ അഹ്സനു ഇസ്തബ്ശറു. അല്ലാഹുവേ, നീ എന്നെ ചില ആളുകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കണം. അവരെന്താ ചെയ്യുക? ഇദാ അസാഉ ഇസ്തഗ്ഫറു, അവരിൽ നിന്നൊരു തിന്മ സംഭവിച്ചു പോയാൽ അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കും. വഇദാ അഹ്സനു ഇസ്തബ്ശറു, അവരൊരു നന്മ ചെയ്താൽ അവർ സന്തോഷിക്കും. നന്മ ചെയ്യുമ്പോൾ സന്തോഷിക്കുക. തിന്മ സംഭവിച്ചു പോയാൽ മനസ്സുകൊണ്ട് വേദനിക്കുക, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക. ആ ഒരു ക്വാളിറ്റി സജ്ജനങ്ങളുടേതാണ്. മൻ സാഅതുഹു സയ്യിഅതുഹു വഹസനതുഹു ഹസനാതുഹു, മൻ സറത്തുഹു ഹസനാതുഹു വസാഅതുഹു സയ്യിആതുഹു ഫദാലികൽ മുഅ്മിൻ. നമ്മൾ ചെയ്യുന്ന നന്മ കൊണ്ട് നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തിന്മ കൊണ്ട് നമുക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അങ്ങനെയാണ്. ചില തെറ്റുകൾ സംഭവിച്ചു പോകും. ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ്, ആണുങ്ങളാണ്, വിദ്യാർത്ഥിനികളാണ്, തെറ്റുകൾ സംഭവിച്ചു പോകുന്നു. പക്ഷേ അതിൽ ഖേദം വേണം, സങ്കടം വേണം. നമ്മുടെ തെറ്റുകളിൽ ദുഃഖിക്കുന്നതും സങ്കടപ്പെട്ട് മനസ്സ് വേദനിക്കുന്നതും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതും, നന്മ ചെയ്തു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നതും ഈമാനിൻ്റെ അടയാളമാണ്. അത്തരം ആളുകളിൽ അള്ളാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തി തരയണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം